അമ്മയൊന്ന് എഴുന്നേറ്റേ. ഇനി ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടും മരുന്ന് കുടിക്കാണ്ടൊന്നും കിടക്കണ്ട. അവളെ അവനെ അംബുജാക്ഷം പിടിച്ചു. രുക്മിണിയെ ആ മാഷിയുടെ മോനെയും നമ്മുടെ അംബുജാക്ഷം പിടിച്ചൂന്ന്. ഇനി അവള് രുക്മിണിയാണോന്ന് അമ്മ കൂടി ഒന്ന് പറയേ വേണ്ടു. രുക്മിണി ഈ വീട്ടിലേക്കും വരും, അവനും അവന്റെ തണ്ടി നേരെ ജയിലിലേക്കും പോകും. അമ്മ ചെല്ലം കാത്തിരിക്ക അംബുജാക്ഷൻ. അമ്മയെ സൂക്ഷിച്ചു കൊണ്ടോണേ. ദേ കാലില് മുഴുവൻ നീരാ. അമ്മ വിളിച്ചാ ഇനി അമ്മ അവളെ അറിയില്ലെന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാല് ഈ ചങ്ക് പറിച്ചു കാണിക്കും. ചോര കണ്ടാലും മനസ്സിലാവില്ലേ അവൾക്ക്? അത്രയും മോശമായോ എന്റെ കുട്ടി? സാറി കാണിക്കുന്നത് ചെറ്റത്തര. ഡിപ്പാർട്ട്മെന്റ് നാണക്കുണ്ടാക്കാതെ സാറിങ് ഇറങ്ങി വന്നേ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ ആരോടും പറയാതെ കുട്ടികളാണ് പിടിച്ചോണ്ടുപോവാ. കൊച്ചുകൃഷ്ണ, എല്ലാരെയും കൂട്ടി വേഗം സ്ഥലം വിട്. വെറുതെ എന്നോട് കളിച്ച് തൊപ്പി കളയണ്ട. തൊപ്പി പോയ ഇതുപോലെ ഒരെണ്ണം വാടകയ്ക്ക് കിട്ടും, ഇല്ലെങ്കിൽ വേറെ ഒരെണ്ണം മാർക്കറ്റിൽ കിട്ടും. ആ തുമ്പശ്ശേരി കുറിപ്പും ചിന്നക്കുറിപ്പും ദക്ഷിണ ബലും തന്നിട്ടുണ്ടെങ്കിലേ സാറ് വെളിച്ചപ്പെടേണ്ട അവരുടെ വീട്ടുമുറ്റത്താ, അല്ലാതെ ഇവിടെ നെറ്റത്തല്ല. ഞാനൊരു DSP ആണ്, സൂക്ഷിച്ച് സംസാരിക്കണം. സംശയമുണ്ട്, DVSP ആണ്. സംശയമുണ്ട്. DVSP അല്ലടോ, DSP. അതിലും സംശയമുണ്ട്. DSP ആണെന്ന് വെച്ച് ഹെഡ് കോൺസ്റ്റബിൾ മുള്ളണമെന്നൊന്നുമില്ലല്ലോ. ആ സാധനത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവാ. എല്ലാരും സൂക്ഷിച്ചോ. ഒന്നിനെ ഞാൻ വെച്ചേക്കില്ല, പറഞ്ഞേക്കാം. ശരിക്കും പറഞ്ഞാൽ സാറിനെ ഞാനിപ്പോ രക്ഷിക്കാ. സാറിപ്പോ ഇവരെയും കൊണ്ട് ഇവിടുന്ന് പറന്നാ ഈ കാണുന്ന നാട്ടുകാരെല്ലാം ചേർന്ന് സാറിനെ ഇവിടുന്ന് പറത്തും. സാറ് വിചാരിക്കണ പോലെ ഇവള് രുക്മിണി ഒന്നും അല്ല. നാരായണ മാഷ പെങ്ങളുടെ മോളാ ചിന്നമ്മിണി. എനിക്ക് അറിഞ്ഞൂടെ ഇവളെ? ഞങ്ങൾക്കും അറിഞ്ഞൂടെ. ഇവളെ മാഷയുടെ വീട്ടിലല്ലേ പെറ്റത്. അധികം കളിച്ച ഒരുത്തന്റെയും തല കാണില്ല. അയ്യോ, എന്താ എല്ലാവരും കൈ പൊക്കി പിടിച്ചിരിക്കണേ? കൈ താത്തിട്ട്. അവള് ചിന്നമണി അല്ലാന്ന് ആരാ പറഞ്ഞേ? ഈ കാണുന്ന ആരെങ്കിലും പറഞ്ഞോ? അതല്ല അവള് പറഞ്ഞോ? ഒരാളും പറയില്ല. അവൾ എന്റെ പെങ്ങളുടെ മോളാ. എനിക്ക് അങ്ങനെ ഒരു പെങ്ങളുണ്ട്, അവൾക്കൊരു മോളുണ്ട്. അല്ലാതെ തെളിയിക്കാൻ സാറിന് പറ്റോ? അവള് ചിന്നമണിയാണെന്ന് എന്റെ മകൻ പറഞ്ഞാൽ അവള് ചിന്നമണിയാ. ഈ നാട്ടുകാര് പറഞ്ഞാൽ അവള് ചിന്നമണിയാ. ഇത് ചിന്നമണിയുടെ ജാതക. 21 കൊല്ലം മുമ്പ് എഴുതിയ ജാതകം. കണ്ടോ? അവളുടെ ഫോട്ടോ ഉണ്ടോ? ഈ ഫോട്ടോയിൽ അവള് ചിരിക്കണുണ്ട? ഇത്രയും സന്തോഷത്തോടെ ചിന്നക്കുറുപ്പിന്റെ രുക്മിണി ചിരിക്കാറുണ്ടോ? പറ. സാർ അവരുടെ ബന്ധുവല്ലേ? സാറ് കണ്ടിട്ടുണ്ടോ? തട്ടിക്കൊണ്ട് പോകലിനും ആൾമാറാട്ടത്തിനും ശിക്ഷ എന്താണെന്ന് അച്ഛനും മോനും വല്ല ബോധമുണ്ടോ? ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. എന്തേ സാറിന് ഞങ്ങൾ ശിക്ഷിക്കണോ? ശിക്ഷിച്ചോളൂ. നീ രുക്മിണിയാണെന്ന് മുത്തശ്ശി പറയൂ. പറഞ്ഞല്ലെന്ന് ഞാനും പറയും. എന്റെ പ്രാണനായ മോള്, അവളെ എന്റെ അടുത്തും പറിച്ചെടുക്കരുത്. മുറിച്ചെടുത്തതും പറിച്ചെടുത്തതും പറയാനല്ല അമ്മയെ കൊണ്ടുവന്നത്. ഇത്രയും കാലം വളർത്തി അന്തസ്സിലെ കല്യാണവും നിശ്ചയിച്ച് നിർത്തിയതാ അവളെ. മയക്കിയെടുത്ത് തട്ടിക്കൊണ്ടുവന്ന് ഉത്സവം പോലെ നടത്തിച്ചതും പോരാ, അവൾക്കൊരു പേരും ചിന്നമ്മണി. ജയിലിൽ കിടക്കാനും തൂക്കിലേറാനും ചിന്നക്കുറുപ്പിന് ഒരു മടിയില്ല. കൊല്ലരുതെന്ന് അമ്മ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാ. ഇല്ലെങ്കിൽ തന്തയും മോനും തുള്ളിക്കളിക്കണ ഈ നാട്ടുകാരുടെ ഇടയില് ഇതിനകം തന്നെ ചത്തു വീണേനെ. അവരെ ഇറക്കണോ? ചത്തുപോയി എന്ന് നിലവിളിച്ചതല്ലേ, ഇതാ ജീവനോടെ മുന്നിൽ നിൽക്കുന്നു. ചോദിക്കേ, അമ്മ ഇവളെ അറിയോന്ന് ചോദിക്കേ. അമ്മ പറയൂ, ഇവളല്ലേ അമ്മയുടെ രുക്മിണി? ഇവരെന്തൊക്കെയാ കള്ളത്തരം മനസ്സിലിട്ട് പറയാ? മുത്തശ്ശി, ഇത് നിങ്ങളുടെ രുക്മിണിയല്ല, ഇവളെന്റെ ചിന്നമണിയാ. ഇത് കണ്ടോ, ഞങ്ങളുടെ ഫോട്ടോ. ഇത് ഇവൾക്ക് 5 വയസ്സുള്ളപ്പോ തറവാട്ട് ജോത്സ്യനെ കൊണ്ട് അച്ഛൻ എഴുതിപ്പിച്ച ജാതകമാ. ഇവൻ വീണ്ടും കളിക്കുക. അവളെ നമ്മുടെ രുക്മിണിയല്ലേ? ഇതൊക്കെ കള്ളത്തരം അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അല്ല, ഇതൊന്നും കള്ളത്തരമല്ല, സത്യമാണ്. എന്നെ വിശ്വസിക്കണം. സ്വന്തം അല്ലാത്ത ഒരാൾക്ക് വേണ്ടി ആരും ഇത്രയും വിഷമം സഹിക്കില്ല, ഇത്രയും ശ്രമിക്കില്ല. അവൾ എന്റെ അച്ഛന്റെ ജീവനാ. ഇല്ലാത്തൊരു പേരും പറഞ്ഞ് ഒരു വേഷവും കൊടുത്ത് നിങ്ങളെങ്ങാനും അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച, സത്യം പറയാലോ, ദൈവം പോലും നിങ്ങളോട് പൊറുക്കില്ല. എല്ലാവരും നിർത്തുക. എന്തിനാ എല്ലാവരും ഇങ്ങനെ തമ്മിൽ തന്നെയാണ്? എനിക്ക് അവൾ ആരാന്ന് മനസ്സിലായി, ശരിക്കും മനസ്സിലായി.
കണ്ടാൽ അല്ലാന്ന് ആരും പറയില്ല. അവളെന്നെ. എന്നാലും അവളല്ലാച്ചാൽ ഈശ്വരൻ എന്നോട് പൊറുക്കുവോ? അമ്മേ, ഫോട്ടോ കാണിച്ചു, ജാതകം കാണിച്ചു, സ്വന്താന്ന് പറയാൻ ഇനി ഒന്നുമില്ലേ നിങ്ങളുടെ കയ്യില്? ഉണ്ട് മുത്തശ്ശി, ഉണ്ട്. ഇതെന്റെ ചിന്നമ്മയുടെ ബർത്ത് സർട്ടിഫിക്കറ്റാ. അവളെ എന്റെ വീട്ടിൽ ജനിച്ചതിന് സർക്കാർ തന്ന സർട്ടിഫിക്കറ്റ്. ഞങ്ങളുടെ ചിന്നമ്മയുടെ ജന്മരേഖ. പെറ്റത് പെങ്ങളാണെങ്കിലും വളർത്തിയത് ഞാനാ. മതി മതി, ഞാൻ അച്ഛന്റെ ചിന്നമണിയാണ്, അച്ഛന്റെ ചിന്നമണിയാണ്. ഞാൻ സത്യം പറയാം, എല്ലാവരോടും സത്യം പറയാം. ഈ കുട്ടി കാണാതെ എന്റെ രുക്മിണിയല്ല. ഭാഗ്യം ചെയ്ത ഈ ചിന്നമണിയെ രുക്മിണിയായി തെറ്റിദ്ധരിച്ചത് എന്റെ മകൻ ചെയ്ത പാപം. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കാം. വൈരാഗ്യം മനസ്സിൽ വെച്ച് ആരും എന്റെ മകനെ ഒന്നും ചെയ്യരുതേ, ആരും ഒന്നും ചെയ്യരുതേ. ആരും ഒന്നും ചെയ്യില്ല മുത്തശ്ശി, ഒന്നും ചെയ്യില്ല. മുത്തശ്ശി അനുഗ്രഹിച്ച് പറഞ്ഞയച്ചില്ലേ? മോക്കിനി ഒരു വിഷമം ഉണ്ടാവില്ല. ഇറങ്ങി വന്ന വീടും സ്നേഹമില്ലാത്ത സ്വന്തക്കാരും അവരുടെ പാട് നോക്കി ജീവിക്കട്ടെ. മോള് ചിന്നമ്മണിയാ, ഞങ്ങളുടെയൊക്കെ ചിന്നമ്മണി. എനിക്ക് തന്ന ഈ പേര് വേറെ ഒരു പേരല്ലാന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഒരു പേരിന് സ്വന്തം ജാതകവും ജനന സർട്ടിഫിക്കറ്റും ഒന്നും ഉണ്ടാവില്ല. ഏതൊരു ചിന്നമ്മണി നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ട്. അതാരാന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ? എന്താ ചെറിയമ്മ ഇത്? നീ ഇത്തിരി കരഞ്ഞാലും സാരില്ല. ഇവളോട് ഇത് പറയണം. നിന്നെ വേദനിപ്പിക്കാനല്ല. ഇവളെ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നതിനുള്ള കാരണം ഇവളും കൂടി അറിയണ്ടേ? അറിയട്ടെ. ആ, ദിനകരൻ എവിടെ? അവൻ പറഞ്ഞോളൂ. അവൻ മുത്തശ്ശിയുടെ പിന്നാലെ പോയെന്നല്ലേ പറഞ്ഞത്? എന്നാ ഞാൻ പറയാം. മോൾക്കുള്ള ജാതകവും ജനന സർട്ടിഫിക്കറ്റും എല്ലാം ഇവിടെ വെച്ച് പോയത് മറ്റാരുമല്ല, ചെറിയമ്മയുടെ മോള ചിന്നമ്മണി. എന്റെ അമ്മണിയുടെ ചികിത്സയ്ക്ക് വേണ്ടി തറവാട്ട് പറമ്പ് പണയപ്പെടുത്തി തുമ്പശ്ശേരി കുറുപ്പിനോട് ഞാൻ കുറെ പണം കടം വാങ്ങി. കുറുപ്പ് ഞങ്ങളെ ചതിച്ചു. പലിശയും പലിശയ്ക്ക് പലിശയും ചേർത്ത് എന്നെ വലിയൊരു കടക്കാരനാക്കി. കള്ളരേഖ ഉണ്ടാക്കി തറവാട്ട് പറമ്പ് അയാൾ സ്വന്തമാക്കി. അമ്മിണിയെ മറവ് ചെയ്തെടുത്ത് ഞങ്ങൾ ശ്രാദ്ധകാലത്ത് ചെല്ലുന്നത് പോലും അയാൾ വിലക്കി. ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തു. അയാൾ തോറ്റു. കോടതിയിൽ തിരിച്ചു വരുമ്പോ അയാളുടെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ജീപ്പ് തടഞ്ഞു. ജീപ്പ് മറിഞ്ഞു. ജീപ്പിലുണ്ടായിരുന്ന ചിന്നമണി തലയ്ക്ക് ക്ഷതം പറ്റി 6 മാസം ഈ വീട്ടിൽ കിടന്നു. മരിക്കുമ്പോ ചിന്നമ്മണിക്ക് 14 വയസ്സാ. വെറും 14 വയസ്സ്. എന്റെ മോളെ ഓർക്കാത്ത ദിവസങ്ങളില്ല. എഞ്ചുപൊട്ടി കരയണം തോന്നുമ്പോ കൊച്ചേട്ടൻ പറയും, നീ പോലീസിന്റെ ഭാര്യയാ, പോലീസിന്റെ ഭാര്യ കരയാൻ പാടില്ലെന്ന്. പിന്നെ ഞാൻ കരയാറില്ല. ഞാൻ കരഞ്ഞ പോലീസുകാരനെ കരയും. ആ കരച്ചിൽ കാണാൻ എനിക്ക് ശക്തിയില്ല. മാപ്പ്. പോലീസിന്റെ ഭാര്യ കരയിച്ചതിന് മാപ്പ്. ചെറിയമ്മേന്നല്ല, ഇനി ഞാൻ അമ്മേനെ വിളിക്കൂ. അതാ വരുന്നുണ്ട്. സകല അന്തസ് നശിപ്പിച്ച് നിങ്ങളെ പട്ടിക്ക് സമമാക്കി അതാ വരുന്നുണ്ട്. ഒരൊറ്റ തുള്ളി വെള്ളം ഇനി എന്റെ കൈ കൊണ്ട് കൊടുക്കുന്നു വിചാരിക്കണ്ട. എന്തേ വന്നേ? വഴിയിലെങ്ങാനും വീണ് ചത്ത് കാണുമെന്ന് വിചാരിച്ചത്. തേൻ ഒലിപ്പിച്ചിട്ടല്ലേ ഇവിടെ ഇറങ്ങിപ്പോയത്? എല്ലാ കഷ്ടത്തിനും ആ തുമ്പശ്ശേരി കുറുപ്പിനും പറഞ്ഞോണ്ടിരുന്ന് നേരം വിളിപ്പിച്ചോ? അതിലും വലിയ വിഷം നിങ്ങളുടെ തള്ള. രുക്മിണിയാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയല്ലേ അവള് മറ്റാരും ആണെന്ന് വിളിച്ചു പറഞ്ഞത്? മോനെ, ദാഹിച്ചിട്ട് വയ്യ. അമ്മയ്ക്ക് ഇത്തിരി വെള്ളം തരുമോ? അമ്മ നിന്നെ ചതിച്ചു എന്ന് തോന്നുന്നുണ്ടാവും. അവള് രുക്മിണിയാണെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാലും അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടില്ല. നിന്റെ ഏട്ടൻ മരിച്ച പിന്നെ അമ്മയില്ലാത്ത ആ കുട്ടി ഈ നെഞ്ചത്ത് കിടന്നാ വളർന്നത്. ആ മോള് കരയാത്തൊരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ടോ?
വിശപ്പ് മാറി ഒന്ന് ചിരിച്ചു കണ്ടിട്ടുണ്ടോ? ചെറിയച്ഛനാവാതെയും അച്ഛനാവാതെയും മക്കളാവാതെയും ആ കുടുംബം അവളെ സ്നേഹിക്കുന്നത് നീ കണ്ടുവോ? എന്റെ മോളെ എത്തിച്ചേർന്നത് ഏതോ ഒരു വീട്ടിലല്ല മോനി, സ്വർഗത്തിലാ, സ്വർഗത്തില്. അവളെ പോലെ ഒരു നേരത്തെ ശ്വാസെങ്കിലും ആ വീട്ടിൽ നിന്ന് ശ്വസിക്കാൻ എനിക്ക് സാധിച്ചില്ല. അവരെന്നെ വിളിച്ചില്ല. എന്നാലും ദാഹിക്കുന്നുണ്ട്. തിരി വെള്ളം തരുമോ? കൊടുപ്പിക്കില്ല ഞാൻ. എടീ, നീ എന്തിനാ വെള്ളം മറച്ചു കളഞ്ഞത്? അമ്മ കുടിച്ചാൽ എന്റെ അവിടുത്തെ കളർ പറ്റുമോ? ഏത് വെള്ളം? ഞാനമ്മയ്ക്ക് വെള്ളമൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അമ്മയല്ലേ ഇപ്പൊ ഒന്ന് വെള്ളം ചോദിച്ചത്? അമ്മേ, 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 അമ്മേ. പഠിക്കല് വീണ് കിടക്കണാണ്ട് നോക്കിയതാ. എടുക്കുമ്പോ ചെറുതായിട്ടൊന്നും മെടിക്കണ്ടായിരുന്നു. ഇപ്പൊ അമ്മ ഇപ്പൊ വീട്ടിൽ വന്നതല്ലേ? രുക്മിണിയുടെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതേ ഉള്ളൂ. കുടിക്കാൻ വെള്ളം ചോദിച്ചതാ. കാത്തു നിൽക്കാതെ അതെടുത്ത് കുടിക്കാൻ തുടങ്ങിയതാ. പിന്നെ എങ്ങനെയാ പഠിക്കല് വീണത്? ഒരു പായെടുത്ത് വിരിക്കടി നായേ. അമ്മേ. തലക്കില് കത്തിച്ചു വെക്കാൻ ഒരു വിളക്കും ചുറ്റി വരയ്ക്കാൻ കുറച്ച് അരിയും വേണം. അതിനു മുമ്പ് കാല് കഴുകാൻ എനിക്കിത്തിരി വെള്ളം തരൂ. മോളെ, മനുഷ്യജന്മം എടുത്ത് ചെറിയച്ഛനായിന്നേ ഉള്ളൂ. പാപിയാ, കൊടും പാപി. അമ്മയുടെ നിഴലിൽ നീ വന്ന് നമസ്കരിക്കുമ്പോ ഇല്ലാതാവണത് അമ്മയോട് ഞാൻ ചെയ്ത പാപ. ദാഹിച്ചു വന്നപ്പോ ഒരിറ്റ് വെള്ളം കൊടുത്തില്ല. ഈ ഞാൻ മാത്രല്ല, ഈ നിക്കണയോടും കൊടുത്തില്ല. ഇനി അതൊന്നും ഓർമ്മിക്കരുത്. നിങ്ങളെ അങ്ങനെ ശപിച്ചിട്ടൊന്നുമല്ല മുത്തശ്ശി പോയത്. പഠിക്കല് വീണ് കിടക്കണണ്ട് ഓടിച്ചെന്ന് മടിയിലെടുത്ത് കിടത്തുമ്പോ മുത്തശ്ശി എന്നെ ചിന്നാന്നാ വിളിച്ചത്. സത്യ പറയുന്നേ, എന്നെ ചിന്നാന്നാ വിളിച്ചത്. അതെ, ചിന്ന ചിന്ന. മുത്തശ്ശി, 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 മുത്തശ്ശി. ഏയ്, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു പകയില്ല. രുക്മിണി എൻ്റെ കൂടെ ഇറങ്ങി വന്നതോ ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോയതോ അല്ല. മരിക്കാൻ പോയവളെ രക്ഷിക്കേണ്ടി വന്നു. ഞങ്ങളിൽ നിന്നും തട്ടിയെടുത്ത് തുമ്പശ്ശേരിക്കുറിപ്പ് കൊന്നു കളയാതിരിക്കാൻ ചിന്നമണി ആക്കേണ്ടി വന്നു. ആളെ വിട്ട് നാട് മുഴുവനും മോഷ്ടിച്ചു കൊണ്ടുവന്ന് പത്തായപ്പുറയിൽ സൂക്ഷിച്ചിട്ടുള്ള തുമ്പശ്ശേരിക്കുറിപ്പിന്റെ ചതിക്കുഴിയിലാണ് നിങ്ങൾ. അത് മുഴുവനും തിരിച്ചെടുത്ത നാട്ടുകാര് നാളെ ഒരു വാക്ക് പറഞ്ഞാൽ കുറിപ്പിന്റെ കൂടെ നിങ്ങളും കിടന്ന് അഴിയണം. പക്ഷേ ഞങ്ങൾ നിങ്ങളെ ചതിക്കില്ല. മരിച്ചുപോയ നിങ്ങളുടെ അമ്മ രുക്മിണിയോട് കാണിച്ച സ്നേഹമുണ്ടല്ലോ, അതിനു മുമ്പിൽ ഞങ്ങളെല്ലാം തോറ്റുപോയി, ശരിക്കും തോറ്റുപോയി. ഒരിക്കലും തിരിച്ചു തരില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചതാ ഞാൻ. എന്നാ ഇവളെ തിരിച്ചു തരാൻ കൂടിയാ ഞങ്ങളിപ്പോ വന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഇവളെ വേദനിപ്പിക്കാൻ കഴിയില്ല, എനിക്കത് ഉറപ്പാ. വേണ്ട, കൊണ്ടുപോയിക്കോ. ഇവള് നിങ്ങളുടെ ചിന്നമണിയാണ്. ഇവളെ രുക്മിണി എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഈ ജന്മം എനിക്കില്ല. ചെയ്തു പോയി, ഒരുപാട് പാപം ചെയ്തു പോയി. അതെല്ലാം എങ്ങനെ തിരുത്തണമെന്ന് എനിക്കറിയില്ല.